ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മറക്കണ്ട. അപ്പം നമ്മളിന്ന് ഇൻട്രോ എടുക്കുമ്പോൾ നമ്മളെ പാത്ത് ദിവസം ഉണ്ട് കേട്ടോ. നമ്മളപ്പം ഓളും വന്നതാ. നിച്ചു മോനുണ്ട് കേട്ടോ. ഓന് കുപ്പായിട്ട് എടുക്കണം, നല്ല കുപ്പായിട്ട് എടുക്കട്ടെ കേട്ടോ. കൂട്ടുകാർ, നമ്മൾ പാത്ത് ദിവസം ഞാൻ പുറത്ത് പോയി വന്നത് കേട്ടോ. എൻ്റെ ഫോണ് കേട് വന്നിട്ട് നേരാക്കാൻ പോയതേന്. അപ്പം ഞാൻ പോയി വന്നപ്പോൾ പാത്ത് ദിവസത്തിന് വിക്കറ്റ് അപ്പോൾ കൊടുന്നത് കേട്ടോ. അപ്പോൾ ഓൾ ഇരുന്ന് കഴിക്കുന്ന ഇതാ ഒരുത്തന്നെ എൻ്റെ അപ്പോൾ ബസ്സിൽ നിന്ന് കൂടിയതാ. അത് വേണം ഇത് വേണം അങ്ങനെ ഇതാ കടയിൽ കയറി പൊട്ടാറ്റോ ബിസ്ക്കറ്റ് വേണം, ഫ്രൂട്ടി വേണം എന്നാണ്. അത് രണ്ടും എല്ലാം വാങ്ങിക്കൊടുത്തു. പിന്നെ എന്താ വാങ്ങിക്കൊടുത്ത് കാണിച്ചെടുത്ത കൂട്ടുകാർക്ക്. പിന്നെ ബസ്സിൽ ജീരക മിഠായി, ഇഞ്ചി മിഠായി, കടലട്ടായി എന്ന് വന്നു. അതിൽ വാങ്ങിയതാണ് നമ്മളെ എന്താ വാങ്ങിയ നിച്ചുമോ വാങ്ങിയ. എന്താ വാങ്ങിയ? ജീരക മിഠായി. ജീരക മിഠായി ഗേസ്. എനിക്കിഷ്ടമാണ് ജീരക മിഠായി കേട്ടോ. ഓനെ ആദ്യം എൻ്റെ കൂടെ വണ്ടൂർക്ക് സ്കൂൾക്ക് പോന്നീന് കേട്ടോ. മങ്കടായി ഞങ്ങൾ നിന്നീന സമയത്ത് കാണിച്ചെടുത്ത കൂട്ടുകാർക്ക് ജീരക മിഠായി. അന്ന് ഓന് ഇഞ്ചുട്ടായി. അന്ന് ഓൻ ചെറിയ കുട്ടിയാണല്ലോ. ഓ സ്കൂളിൽ പോയി എന്നാ ഓൻ പറയക്കാരം ഇഞ്ചുട്ടായി. അങ്ങനെ ഞാൻ ഓനെ കളിയാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞു കൊടുക്ക്. ഫോണ് നേരാക്കാനല്ലേ? അമ്മച്ചിൻ്റെ ഫോണിന് എന്താ പറ്റിയേ പറഞ്ഞെടുത്തോ. അത് ഓണാവുന്നില്ല. അപ്പം ഞങ്ങൾ എന്താ ചെയ്തു, ഉപ്പാൻ്റെ കൂടെ നേരെ വിട്ടു വണ്ടി. ഒരു പണി എടുത്തിട്ടില്ല. പാത്രമൊക്കെ നിലത്തെ പലിച്ചക്കത്തെ കേൾക്കാനും ഇതിനൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ നിന്നാൽ ഉപ്പച്ച് സമ്മതിച്ചില്ല. അപ്പം ഞാൻ നേരെ ഓനിക്കും ഓൾക്കും ചായയും കടിയും ഉണ്ടാക്കി കൊടുത്തിട്ടും ദോശ ഇട്ടെടുത്തു. പിന്നെ എളുപ്പമുണ്ടല്ലോ. അതും ചുട്ടെടുത്തിട്ട് ഓൽക്ക് രണ്ടാക്കും ചായയും കടിയും കൊടുത്തതിന് ശേഷം ഞാൻ എളുപ്പം മാറ്റി പോയതാട്ടോ. അല്ലെങ്കിൽ പിന്നെ പെരിന്തൽമണ്ണക്ക് പോകാൻ ഭയങ്കര റിസ്ക്. അവിടുന്ന് വേറെ വണ്ടി കുട്ടീനെ അവിടെ പരിയിലാക്കി പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ഗതികേടുണ്ട്. ഇതിപ്പോൾ എങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാക്കാൻ്റെ കൂടെ പെരിന്തൽമണ്ണെത്തി അവിടെ ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ കൂട്ടുകാരെ, ഇഞ്ച പാത്ത് ദിവസം എല്ലാവർക്കും ഒരു ഉമ്മ തരും. പാത്തു എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്താ അബ്ബാ അല്ലോ. എൻ്റെ പാത്ത് ദിവസത്തിന് ചായ വേണോ? വെള്ളം കുടിച്ചോ കുറച്ച്. ആദ്യം ഓൾക്ക് കൊടുക്കട്ടെ. അങ്ങനെ രണ്ടാളും കുഴപ്പമില്ല വെള്ളം എടുത്തിട്ടാണ് കുടിക്കുന്ന കേട്ടോ. കുഞ്ഞോളെ വെള്ളിച്ചോ ടിക്കറ്റപ്പന്നോ. അപ്പോൾ കൂട്ടുകാർ, ഇനി നമ്മൾ ഇതെല്ലാം സെറ്റാക്കട്ടെ കേട്ടോ. വാങ്ങിക്കൊടുന്നതും പിന്നെ ഇവിടെ എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. പാത്രമൊക്കെ കണ്ടോ, നല്ല രാത്രിക്കത്തെ മുതൽ കഴുകിയേക്കാനതാ. ഇതൊക്കെ ഞാൻ പലിച്ചക്കന്നെ കുക്കറത്തൊക്കെ ഒഴിവാക്കി അവിടെ വെച്ചാണ്. കഴുകാനും തന്നെ കുറേ പണികളുണ്ട്. ഇനി വാഷിംഗ് മെഷീനിൽ ഇടണം. ഇവിടെ കണ്ടോ ഒക്കെ പരന്ന് കിടക്കുന്ന ഇനിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം കേട്ടോ. അതാദ്യം പലതൊരു കുന്നൊട്ടിയിട്ട് ഇവിടെ എല്ലാം വെക്കാണ്ട് എല്ലാവരും ഉണ്ട്. അവിടെ ഇങ്ങനെ പരന്ന് കിടക്കും. എല്ലാം സെറ്റാക്കിയിട്ട് വേണം റൂമും ഇതൊക്കെ. ഇതാ കുഞ്ഞുങ്ങൾ വിക്കറ്റൊക്കെ തിന്നു. ഇതാ കുഞ്ഞുങ്ങൾ വിക്കറ്റൊക്കെ തിന്നു. നമ്മളെ നീച്ചുകുട്ടൻ ചായ കുടിക്കുന്നു. ബിസ്ക്കറ്റ് വേണ്ടായിട്ട് വെച്ചാട്ടോ. ഇപ്പോൾ നട്ടം പരിയുന്ന കഴിയില്ല. നേരെ എത്രയായിട്ട് 4:45 ആയിക്കോട്ടെ. എന്നാൽ വലിയൊരു കുറവുമില്ല. നല്ല ഭംഗിയുണ്ടല്ലേ? നമ്മളിപ്പോൾ വന്നതാട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാം സ്കെച്ചുണ്ട്. അസറ് കഴിഞ്ഞില്ല. അപ്പത്തിന് പോലെ ചായ തിരക്കൂടൊക്കെ ആയി. അപ്പം ഇനി പോട്ടെട്ടോ. നമുക്ക് ചായ മതിയോ? ഇപ്പോൾ കടി പഴംപൊരി ഉണ്ടാക്കണം. അപ്പം അതിന് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 5 രൂപയാണെങ്കിൽ ദോശമാവ് ഉണ്ടാക്കി. പഴംപൊരിയുടെ ദോശമാവ് ഒന്നാൾ പറയണേ പഴംപൊരിക്ക് മാവ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ദോശമാവ് ഉണ്ടാക്കുന്ന മാവ്. അപ്പോൾ ഓനാണ് ഞാനതൊക്കെ സെറ്റാക്കി കൊടുത്തു. പൊടിയും വെള്ളം, ഒരു മുട്ടയും പഞ്ചസാരയൊക്കെ ഒഴിച്ച് കണ്ട് കൊടുത്തു കേട്ടോ. ഓന് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങ് റെഡിയാക്കി തന്നിട്ടുണ്ട്. സെറ്റാക്കി നല്ലോണം ഇതാക്കി മിക്സാക്കി തന്നിട്ട് പണിട്ടത് മോൻ വണ്ടി ഓട്ടാൻ പോകുന്നു. ഇതില്ലേ മഹാമേളയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. 200 രൂപ. ഇതാണ് മുതലയക്കണത്. ഇത്രയും ഉപയോഗിച്ചത്.
മറ്റേ എന്താ പറയുക, ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു അന്ന് ഇക്ക വാങ്ങിയപ്പോൾ, അല്ല ഇക്ക നിങ്ങൾ 200 ഉറുപ്പ്യൊന്നും കൊടുത്ത് വണ്ടി വാങ്ങാത്തില്ല, എന്താ ഇപ്പോൾ പറ്റിയ, എങ്ങോട്ടാണ് നീക്കുന്നത്? ഏണി അങ്ങനെ എന്താണോ മഹാഭാഗ്യം കൊണ്ട് അത് നിന്നിക്ക്. കൂട്ടുകാരെ ഞാനിത് പെരിയാക്കാൻ നിൽക്കുന്ന ഇതാ നമ്മൾ പാത്രത്തിരുന്ന് കളിക്കുന്നു കേട്ടോ. ചില സമയത്ത് അങ്ങനെ കളിക്കും. ഇപ്പോൾ ഒരു പെഞ്ഞുണ്ട് കഴിക്കുക, ഒരു ജീരകം മുട്ടായിൻ്റെ നിലത്ത് തട്ടി തട്ടി കളിച്ചെന്നാ കേട്ടോ. എന്നിപ്പോൾ ഞാൻ അടുപ്പത്തെ പണിക്ക് നിന്നതാണ്. സമയം കുറേ ലേറ്റായി. ചോറ് മരുന്ന പഴം പൊരിച്ചാലേ മാവല്ലേ ഞാൻ പറഞ്ഞില്ല, നിച്ചുമോനെ സെറ്റാക്കി തന്നെ കേട്ടോ. എല്ലാ പൊടിയിട്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് പൊരിച്ചാൽ നിൽക്കണം. പിന്നെ പഴം ചെത്തിയിട്ടില്ല, അതിനൊരു പണിയുണ്ട്. പിന്നെ സമൂസ ഉണ്ട്, സമൂസ ഒന്നും വേണ്ട കരുതിട്ടോ, ഒന്നും ഉണ്ട്. ഒന്ന് വെറും പഴംപൊരി ആയിക്കോട്ടെ. പൊന്നുവിൻ്റെ വണ്ടിയുടെ ജീപ്പയുടെ പൊന്നുവിൻ്റെ ദാ ജീപ്പ് ദാ പെച്ചിൻ്റെ ഓട്ടോറിക്ഷ. പൊന്നു കുഞ്ഞാവേ കോപ്പിയിൽ എന്താ ഉള്ളത്? എന്താ കുഞ്ഞാവിൻ്റെ അടുത്തുള്ളത്? നോക്കട്ടെ ഉമ്മ. ആ മാങ്കുട്ടിയുണ്ടോ നോക്കട്ടെ. എത്തിക്ക് കാച്ചെന്നാണ് എന്താണ് അവിടെ ഉണ്ടായില്ലത്? ഒന്ന് കാച്ചെന്നാണ് എത്തിക്ക്. ജീപ്പ് ദാ അപ്പച്ചിൻ്റെ ജീപ്പ് ഓട്ടിക്ക. അപ്പച്ചിൻ്റെ ഓട്ടോറിക്ഷ വണ്ടിയുടെ അപ്പച്ചിൻ്റെ ഓട്ടോറിക്ഷ എങ്ങനെ പോവാ? കണ്ടുണ്ട് പൊന്നൂസേ പൊന്നേ മിസ്സിൻ്റെ മോള് പീപ്പി ഒട്ടുക. ഒട്ടകയുടെ കുട്ടിൻ്റെ ഒട്ടകയുടെ കുട്ടിൻ്റെ ഒട്ടകയുടെ ഇന്ന് വത്തക്ക ജ്യൂസൊക്കെ പഞ്ചസാര എല്ലാം ഇട്ടിരുന്നു അമ്മക്ക് കേട്ടോ. എന്ത് ജ്യൂസാണ് നമ്മൾ അടിച്ചിട്ട് പൊന്നു? എനിക്കിഷ്ടം. ഇതാ പാത്തൂസ് വത്തക്ക തിന്നുകാണ്ട് എണീക്കുന്നുണ്ട്, ഇനി വേണമെന്ന് എടുക്കാണ്ട്. ഓക്കെ, ഇനി ഗൈസ് നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി. ഇച്ചിരി തണുത്ത വെള്ളം കൊണ്ടായിട്ട് വന്നു കേട്ടോ. പോകും അങ്ങനെ വെച്ചോ. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ നിച്ചുമോൻ സെറ്റാക്കി പിടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. നിനക്ക് 1 മിനിറ്റ് ഇളക്കണ്ട, വീഴും. ഞാൻ അതിലേക്ക് കുറച്ച് തണുത്തുള്ള ഒഴിച്ചോട്ടോ. അങ്ങനെ പിടിച്ചോ. ഇത് മറ്റേ തണുത്തുള്ള കുപ്പി എടുത്തോണ്ടോ? ഇതിപ്പോൾ വെച്ചിട്ടുള്ളല്ലോ, തണുപ്പായിട്ടില്ല. മറ്റേ കുപ്പി എടുത്തിട്ട് വാ. ഞാൻ ഒന്നും കാട്ടുന്നില്ല. അപ്പോൾ കൂട്ടുകാരെ നമ്മളെ മുന്തിരിയല്ലോ ഇവിടെ കഴുകിയ ചിക്ക് ഇതാ ഇത് നടക്കുന്നുണ്ട് മക്കളെ. പിടിച്ച് നടക്കുന്ന ഡ്രസ്സ് വന്നിട്ടില്ലേ, അതിനാരും ഒന്നും പറയില്ല. നിക്ക് ഓള് നടന്നോട്ടെ. ആ ഇക്കാ കയ്യിൽ വന്നിരുന്നു, ഓൾക്ക് സങ്കടമായി. ഇതാ നമ്മളെ നിച്ചുമോന് ഭാഗത്തൊക്കെ ജ്യൂസ് റെഡിയാക്കിട്ടോ. എല്ലാത്തിനും സഹായിച്ചു. ഗുഡ് മോർണിംഗ്. ഒരു ഉമ്മതാ നിച്ചുമോൻ കാട്ടാൻ പോണതാണിത് കേട്ടോ. ഉപ്പ് കണ്ടോ? മുളകാണ് മാച്ച് പേടിയാവണോ കാട്ടണ. എന്നാ തിരുമ്പ് ആകെ തുണിയോ? തുണി വിരിച്ച് വെച്ചിട്ട് കേട്ടോ. എന്തൊക്കെ കാട്ടാൻ കരുതിക്കണെന്നാവും. ബാങ്കൂർ കല്ലതൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ. കല്ലുമ്മേ പുല്ലുമ്മേ കണ്ടോ. ശരിക്കും പിടിച്ചാലേക്ക് മുഖത്തേക്ക് വരും. മാങ്ങ തെറിച്ചു പോവരുതേ. ആ മതി. നോക്കട്ടെ. അതില് വെക്ക്, പാത്രത്തേക്ക് ഇട്.
ഇതാക്കട്ടെ അത്രേ ആവുള്ളൂ. അത് എടുക്ക അവിടുന്ന് കുട്ടി എടുക്കും, ഇനി ഇടണ്ട മക്കളെ. നമ്മളെ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊരിയും ഫ്രൂട്ട്സ് പൊരി. എൻ്റെ മുത്ത ജ്യൂസ് മുറിയൊക്കെ തിന്നലടങ്ങിക്ക് കൊടുത്തിട്ട് ഇഷ്ടായാ? ഇതെങ്ങനെ ആക്കിയിരുന്ന ഞാൻ നോമ്പറക്കട്ടെ, അപ്പൊ ബാങ്ക് കൊടുക്കും. പിന്നെ ഇന്നലത്തെ ഇടാടെ മോൻ്റെ സ്പെഷ്യൽ അടാറ് സാധനം ഇട്ടത്, മാങ്ങ ഉപ്പിലിട്ടിട്ട് തച്ചത് അല്ലേ? ഇത് എവിടുന്നാ ഈ കണ്ടിട്ടുള്ളത്? ഫോണിൽ കണ്ടതാ? എന്നിട്ട് അപ്പൊ എനിക്ക് എവിടുന്ന മാങ്ങട്ടെ? ആ മുളക് നടുക്ക കൂട്ടള, പാത്രത്തിന്റെ നടുക്ക്, എന്നിട്ട് അതിൽ തൊട്ടുകൂട്ടി തിന്നാലോ. കൈ കൊണ്ട് കോരിയത് നഞ്ഞു പോയി കൈ കഴുകിയിട്ട് വാ, കൈ കഴുകിയിട്ട് വാ മക്കളെ. ഇത് ഉണ്ടാക്കിയതാണ് ഇപ്പോട്ടോ മോൻ്റെ സ്പെഷ്യൽ അടാറ് സാധനം ഇട്ടത്, മാങ്ങ ഉപ്പിലിട്ടിട്ട് തച്ചത് അല്ലേ? ഇത് എവിടുന്നാ ഈ കണ്ടിട്ടുള്ളത്? ഫോണിൽ കണ്ടതാ? എന്നിട്ട് അപ്പൊ എനിക്ക് എവിടുന്ന മാങ്ങട്ടെ? ആ മുളക് നടുക്ക കൂട്ടള, പാത്രത്തിന്റെ നടുക്ക്, എന്നിട്ട് അതിൽ തൊട്ടുകൂട്ടി തിന്നാലോ. കൈ കൊണ്ട് കോരിയത് നഞ്ഞു പോയി കൈ കഴുകിയിട്ട് വാ, കൈ കഴുകിയിട്ട് വാ മക്കളെ. ഇത് ഉണ്ടാക്കിയതാണ് ഇപ്പോട്ടോ മോൻ്റെ സ്പെഷ്യൽ അടാറ് സാധനം ഇട്ടത്, മാങ്ങ ഉപ്പിലിട്ടിട്ട് തച്ചത് അല്ലേ? ഇത് എവിടുന്നാ ഈ കണ്ടിട്ടുള്ളത്? ഫോണിൽ കണ്ടതാ? എന്നിട്ട് അപ്പൊ എനിക്ക് എവിടുന്ന മാങ്ങട്ടെ? ആ മുളക് നടുക്ക കൂട്ടള, പാത്രത്തിന്റെ നടുക്ക്, എന്നിട്ട് അതിൽ തൊട്ടുകൂട്ടി തിന്നാലോ. കൈ കൊണ്ട് കോരിയത് നഞ്ഞു പോയി കൈ കഴുകിയിട്ട് വാ, കൈ കഴുകിയിട്ട് വാ മക്കളെ. ഇത് ഉണ്ടാക്കിയതാണ് ഇപ്പോട്ടോ മോൻ്റെ സ്പെഷ്യൽ അടാറ് സാധനം ഇട്ടത്, മാങ്ങ ഉപ്പിലിട്ടിട്ട് തച്ചത് അല്ലേ? ഇത് എവിടുന്നാ ഈ കണ്ടിട്ടുള്ളത്? ഫോണിൽ കണ്ടതാ? എന്നിട്ട് അപ്പൊ എനിക്ക് എവിടുന്ന മാങ്ങട്ടെ? ആ മുളക് നടുക്ക കൂട്ടള, പാത്രത്തിന്റെ നടുക്ക്, എന്നിട്ട് അതിൽ തൊട്ടുകൂട്ടി തിന്നാലോ. കൈ കൊണ്ട് കോരിയത് നഞ്ഞു പോയി കൈ കഴുകിയിട്ട് വാ, കൈ കഴുകിയിട്ട് വാ മക്കളെ. ഇത് ഉണ്ടാക്കിയതാണ് ഇപ്പോട്ടോ